നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ തർക്കത്തിന് താൽക്കാലിക പരിഹാരം. ദിവസങ്ങൾ നീണ്ടുനിന്ന തർക്കത്തിനാണ് ഇവിടെ പരിഹാരം നടന്നത്. മോട്ടോർ വാഹന വകുപ്പ് നേതൃത്വം നൽകിയ പ്രശ്നപരിഹാരത്തിൽ താൽക്കാലികമായി സംസ്ഥാനത്ത് ഈ പരിശീലനം മുന്നോട്ട് പോകുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ചേവായൂർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ സീനത്ത് പങ്കുചേരുന്നു. സീനത്ത്, എന്താണ് പുതിയ പരിഷ്കാരങ്ങൾ? ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണ തർക്കത്തിന് താൽക്കാലിക പരിഹാരം. വിട്ടുവീഴ്ചക്ക് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തിയ സമരം താൽക്കാലികമായി പിൻവലിച്ചു. ഇന്നലെ വൈകിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ലേണിംഗ് ലൈസൻസിന്റെ കാലാവധി 6 മാസം കഴിഞ്ഞാൽ ചെറിയ ഫീസ് ഈടാക്കി ദീർഘിപ്പിച്ച് നൽകും. കോഴിക്കോട് ചേവായൂർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ സുരേഷിനൊപ്പം സീനത്ത് ബനാമച്ചൻ. സംസ്ഥാനത്ത് അധ്യാപക പരിശീലനം ആരംഭിച്ചു. സംസ്ഥാനത്തെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള 5 ദിവസത്തെ വെക്കേഷൻ ട്രെയിനിങ് ആരംഭിച്ചു. പരിശീലനത്തിൽ എയ്ഡഡ്, അൺഎയ്ഡഡ് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർക്കാണ് പരിശീലനം നടത്തുന്നത്. കോഴിക്കോട് ഫറോക്ക് GUPസിൽ നടക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ നിന്നും ഞങ്ങളുടെ ഷംല തത്സമയ വിവരങ്ങൾ നൽകുന്നു. ഷംല, എന്തെല്ലാം ഒരുക്കങ്ങളാണ് അധ്യാപക ക്യാമ്പിനായി സർക്കാർ ഒരുക്കിയിട്ടുള്ളത്? ഞാനിപ്പോൾ GBHS ഫറോക്കിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫറോക്ക് സബ് ജില്ലയുടെ കോഴ്സുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സോഷ്യൽ സയൻസ് പരിശീലനം നടക്കുന്നിടത്തേക്ക് നമുക്ക് പോയി നോക്കാം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവിടെയുള്ള അധ്യാപകരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അംജദ്, ഞാനിപ്പോൾ കോഴ്സ് നടക്കുന്ന GBHS ഫറോക്കിലാണ് ഉള്ളത്. കോഴ്സ് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചു. ഇന്ന് 4ാം ദിനമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെയുള്ള ചില അധ്യാപകരോട് തന്നെ ചോദിച്ചു നോക്കാം. സർ, സാറിൻ്റെ പേരെന്താണ്? എങ്ങനെയുണ്ട് കോഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്ക്? വളരെ ഉഷാറായി തന്നെ പോകുകയാണ്. ആത്മാരായി പ്രഗത്ഭരായ വളരെ ഉഷാറാണ്. ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള പല വിദ്യാഭ്യാസ സുഹൃത്തുക്കളെ കോഴ്സിനെ പറ്റി വളരെ നല്ല രീതിയിൽ അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. മൂവിസാണെന്ന് സൗകര്യങ്ങളെല്ലാം തന്നെ മഴയൊക്കെ പെയ്തതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് അനുകൂലമാണ്. അംജദ്, കോഴ്സ് വളരെ വിജയകരമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി 2 ദിവസം കൂടിയാണ് കോഴ്സ് ഉണ്ടാവുക. ശനിയാഴ്ചയോട് കൂടി കോഴ്സ് പൂർത്തിയായി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് വളരെ സുസജ്ജരായിക്കൊണ്ട് നമ്മുടെ അധ്യാപകർ സ്കൂളിലെത്തുന്നതായിരിക്കും. ഇവിടെ LP തലം 1, 2, 3 ക്ലാസ്സുകളുടെ കോഴ്സും LP അറബിക് കോഴ്സും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ UP വിഭാഗത്തിൽ സോഷ്യൽ സയൻസ്, സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, മലയാളം തുടങ്ങിയ കോഴ്സുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവധിക്കാല പരിശീലനത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത് ക്യാമറാമാൻ ദിൽഷാദിനൊപ്പം ഷംല, പനാമ ന്യൂസ്. സ്പോർട്സ്. സ്വർണം നീരജിന്. ഭുവനേശ്വറിൽ നടന്ന ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം. സ്വന്തം മണ്ണിൽ 90 മീറ്റർ എന്ന ലക്ഷ്യം നേടാൻ ഉറച്ചിറങ്ങിയ നീരജിന് 82.27 മീറ്റർ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിലെ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിലെ നീരജ് ചോപ്ര സ്വർണം കരസ്ഥമാക്കിയിരിക്കുകയാണ്. സ്വന്തം മണ്ണിൽ 90 മീറ്റർ എന്ന ലക്ഷ്യം നേടാനുറച്ച് മത്സരത്തിനിറങ്ങിയ അദ്ദേഹം 82.27 മീറ്റർ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. എന്നാലും ആ മികവിൽ അദ്ദേഹത്തിനും സ്വന്തം നാടിനും അവിടെയൊക്കെ തന്നെ പ്രത്യേകമായ ഒരു അഭിനന്ദനമുണ്ട്. ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിനോട് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം നേരിൽ കാണാനും സംസാരിക്കാനുമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകുടുംബങ്ങളും മറ്റുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു അവസ്ഥയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ വീടും പരിസരത്തും കാണാൻ സാധിക്കുന്നത്. സർ, വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ 12:30. ഏവർക്കും ശുഭദിനം.